ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലാണ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും CPMന്റെ ലോക്കൽ സെക്രട്ടറിയുമായ അബ്ദുൽ സലാംക്കയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സലാംക്ക എന്ന് പറയപ്പെടുന്ന, ഇന്ന് ഈ നാട്ടിലെല്ലാവരും അറിയപ്പെടുന്നത് സലാംക്ക എന്ന പേരിലാണ്. സലാംക്കയെ ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സലാംക്കയുടെ വീക്ഷണ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ സലാംക്കയുടെ വികസന പ്രവർത്തനങ്ങൾ, മുമ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാം, അറിയാം. സലാംക്കനെ ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സലാംക്ക നമസ്കാരം. സലാംക്ക മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മുഖം വേറൊരു രീതിയിലേക്കായിട്ട് മാറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. സലാംക്കനെ ഏറ്റവും കൂടുതൽ ഇന്ന് പറയുന്നത് ഒരു രീതിയിൽ സലാംക്കനെ അവതരിപ്പിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ സലാംക്ക എന്ന് പറയുമ്പോൾ, മുള്ളൂർക്കര എന്ന് പറയുമ്പോൾ സലാംക്ക പഞ്ചായത്താണ് സലാംക്കയുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ കയറി പോകുന്ന രീതിയിലുള്ള ഒരു പഞ്ചായത്ത് ബിൽഡിംഗ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ്. എന്തായിരുന്നു ആ ഒരു പ്രൊജക്ടിന്റെ മാനദണ്ഡം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് സലാമക്ക് തോന്നാൻ കാരണം? പൊതുവെ സംസ്ഥാനത്ത് സകല സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറിട്ട രീതിയിൽ ഒരു പുതുമയോടുകൂടി ഒന്ന് ഉണ്ടാക്കുമ്പോഴാണ് പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. നമ്മൾ ഓരോ പഞ്ചായത്തുകളൊക്കെ തന്നെ അതിമനോഹരമായിട്ട് ആകർഷണീയ കേന്ദ്രങ്ങളായി മാറുകയാണ്. സർക്കാർ ഓഫീസിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ തന്നെ ഒരു പുച്ഛത്തോട് നോക്കിയിരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് വില്ലേജ് ഓഫീസ്, അതോടൊപ്പം തന്നെ ആശുപത്രികൾ, അംഗൻവാടികൾ, അതോടൊപ്പം തന്നെ സ്കൂളുകളൊക്കെ തന്നെ ഹൈടെക്കായിട്ട് ഇന്ത്യക്ക് തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു ജനസൗഹൃദ കേന്ദ്രമാക്കി മാറ്റാവുന്ന രീതിയിൽ അവർക്ക് വന്നാൽ ഒരു പഞ്ചായത്ത് സർക്കാർ ഓഫീസെന്ന് തോന്നാതെ ഇത് അവരുടെ ഒരു ഭവനമാണെന്ന രീതിയിലേക്ക് മാറണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൽ വരാനും അവരുടെ ക്ഷേമങ്ങളും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉതകുന്ന ഒരു കേന്ദ്രമായി മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ പഞ്ചായത്തിന് ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ആ പഞ്ചായത്തിന്റെ ഒരു രീതി, അല്ലെങ്കിൽ അതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, ഈ സലാംക്ക നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അങ്ങനത്തുള്ള ഒരു ആംബിയൻസ് വളരെ നല്ലൊരു ആംബിയൻസ് ആണ്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷെ സാധാരണക്കാരാണ് ഈ പറഞ്ഞ പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് വരുമ്പോൾ ഒരു പകപ്പ് വരാനുള്ള സാധ്യത സലാംക്കയിൽ കാണുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അവർക്ക് അതിനോട് ചേർന്നിട്ട് നമ്മൾ എന്താ ചെയ്തെങ്കിൽ അവർ വരുമ്പോൾ അവർക്ക് അവിടെ വന്ന് അവിടെ സേവനം കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് അവർക്ക് ഒരു കുടുംബമായി വന്ന് ഉല്ലസിക്കാനും അവർക്ക് കളിക്കാനും ഉതകുന്ന രീതിയിലുള്ള ഒരു പാർക്ക്, അതായത് വയോജന പാർക്ക് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ചത് നമ്മുടെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഈ കൺസെപ്റ്റ് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ വരുമ്പോൾ അടുത്തത് അവർ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റോടത്താവും. അപ്പൊ അവർക്ക് ഇവിടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പങ്കുവെക്കാനും അതോടൊപ്പം അവരോട് ചേർന്ന് പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു മിനി സിവിൽ സ്റ്റേഷന്റെ ഒരു പ്രതിയിലുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സലാംക്ക പറയുന്നത് അവിടെ വരുന്ന ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുന്ന ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവരുടെ വരുന്ന ജനങ്ങളുടെ ഒരു വിഷമം വേവലാതികളൊക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആംബിയൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ശരിയാണ് താനും. മാനസികമായിട്ട് ഒരു മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ അത് വേറെയാണ്. അത് തന്നെ പകുതി നമ്മുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും വലിയൊരു പ്രൊജക്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് എങ്ങനെ, തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ അതിന്റെ ഫണ്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു പ്രൊജക്ട് കൊണ്ടുവരാൻ നേരത്ത് അതിനുണ്ടായിരുന്നുള്ള തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? അന്ന് തടസ്സങ്ങൾ പറഞ്ഞാൽ അന്നത്തെ ഭരണസമിതിയിലെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മളായിട്ട് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഒരു അതിപ്രസരം ഉണ്ടാകുന്നില്ല. അവരൊക്കെ ഈ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്, ഒന്നിനും എതിർക്കാത്ത രീതിയിൽ. അപ്പൊ വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ടൊക്കെ ലഭിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ നമുക്ക് മികച്ചതാക്കണമെന്ന രീതിയിലേക്ക് അവർ പറയുമ്പോൾ അതിനുള്ള ഒരു പോസിറ്റീവ് എനർജിയും അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ വികസന പ്രവർത്തനത്തിൽ അന്ന് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ കാരണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയിലേക്ക് അന്ന്
മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. സലാംക്ക പറയുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഇല്ല. പക്ഷെ ബാക്കിയുള്ള പാർട്ടികളിലത്തെ ആൾക്കാരും ഈ പറഞ്ഞൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് വളരെയധികം മാസീവായിട്ടുള്ള സപ്പോർട്ട് തരാനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സലാംക്ക പറയുന്നത്. ഒപ്പം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പഞ്ചായത്തിന്റെ ഈ ഒരു പ്രൊജക്ട് നടപ്പിലാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചായത്തിന് പല ഫണ്ടുകൾ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അങ്ങനെ പഞ്ചായത്ത് ബിൽഡിംഗ് ഇത്രയും ഒരു നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ നമുക്ക് അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയതല്ലേ? ഫണ്ടുകൾ എന്ന് പറഞ്ഞ പഞ്ചായത്തില് റോഡ്സുകൾക്ക് വേറെ ഫണ്ടാണ്, നോൺ റോഡ്സുകൾ വേറെ ഫണ്ടാണ്. അപ്പൊ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടൊന്നും ലഭിച്ചിട്ടില്ല അന്നത്തെ കാലത്ത്. ഇന്ന് ഈ ഭരണസമിതിയുടെ കാലത്ത് 10-15-20 കോടി രൂപയോളം ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഫണ്ട് ലഭിച്ചത് ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ റോഡ്സിന്റെ ഒക്കെ ഫണ്ടുകൾ വരുമ്പോഴേക്കും വലിയ വലിയ മേജർ പ്രൊജക്റ്റിനൊന്നും ഫണ്ട് ലഭിച്ചില്ല അന്നത്തെ കാലത്ത്. പിന്നീടാണ് ഗവൺമെന്റ് വന്നപ്പോൾ ഞാൻ വരുന്ന സമയത്ത് 1 വർഷമാണ് എനിക്ക് കിട്ടിയത് പഞ്ചായത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട്. ആ രീതിയിൽ അന്നത്തെ കാലത്ത് ആ രീതിയിലുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയതുകൊണ്ട് പഞ്ചായത്തിന്റെ നോൺ റോഡ്സിന്റെ ഫണ്ടുകളൊക്കെ തന്നെ പരമാവധി ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് 2-3 വർഷത്തോളം ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. സാധാരണ പല പഞ്ചായത്തുകളും ഇപ്പോൾ പണിയെ പൂർത്തീകരിക്കുന്നത് 2 കോടി 3 കോടി ഒക്കെ അനുവദിക്കാൻ വിവിധ പഞ്ചായത്തുകൾക്ക് സംസ്ഥാന ഗവൺമെന്റ്. അപ്പോൾ അവർ ഒറ്റയടിക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയും. ഇതങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലായിട്ട് പണി പൂർത്തീകരിക്കുന്നതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന അവിടെ എല്ലാം കൊണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരുപാട് പ്രയാസം നേരിട്ടുണ്ട്. കാരണം അവരുടെ വർക്കിങ്ങും അതോടൊപ്പം തന്നെ ഒരു പ്രവർത്തനവും ഒരുമിച്ചായതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ അവരും ജീവനക്കാരും ഞങ്ങളും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ഒരു കൂട്ടായി പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു പോയിന്റാണ്. കാരണം നമ്മളൊരു സ്ഥലം ഭംഗിയാക്കുന്ന സമയത്ത് നമ്മളൊരു വീട് പണിയാണെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന ഒരു വീട് പണി അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൽ പണി നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസും ഒരുപാട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ സ്ഥലത്ത് ഒരു വലിയൊരു ഓഫീസ് നിർവഹണമുള്ള സ്ഥലത്ത് ആ ഓഫീസ് നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു പണി നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് അതിലുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ പർട്ടിക്കുലർ കുളം ഒരു നല്ല രീതിയിലുള്ള ആംബിയൻസ് ഉള്ള ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുറ്റും കരിങ്കല്ല് കെട്ടി. ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചിട്ട് എന്താണ് സലാമൊക്കെ പറയുന്നത്? ഇത് നമ്മൾ ഇത് ആളുകൾ ശ്രദ്ധിക്കാതെ ഇത് ഈ കോട്ടക്കുളം എന്ന് പറഞ്ഞ ചണ്ടിയൊക്കെ നിറഞ്ഞിട്ട് ആളുകൾ ഈ പഴയ കാലത്ത് ഇത് പൂർവികരായിട്ട് ഈ കുളം എല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരു 10-20 വർഷമായിട്ട് ആളുകൾ ഇതിൽ ചണ്ടിയൊക്കെ നിറഞ്ഞ് തീരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ബഹുമാനായ MLA പ്രദീപ് അന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് രാധേട്ടനൊക്കെ ഇടപെട്ടിട്ടുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഫണ്ട് തരണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഈ കുളത്തെ നവീകരിക്കുക മാത്രമല്ല ഈ കുളത്തിന് പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ ഉല്ലസിക്കാനും കളിക്കാനും അതോടൊപ്പം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്താനുമുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാളേക്ക് പൊതുസമൂഹത്തിന് ഗുണപരമായ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ ഉപകരിക്കുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കുളം ഒരു ഐഡിയക്ക് അനുസരിച്ച് അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കുളവും ഇപ്പോൾ ഇവിടെ ചണ്ടി നിറഞ്ഞിട്ട് ആനകൾ ഇറങ്ങാൻ വേണ്ടിയിട്ടും മൃഗങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കടവുണ്ടാകുന്നത്. അതിനെ നമ്മുടെ കൺസെപ്റ്റിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്താനുള്ളൊരു കേന്ദ്രമാക്കിയിട്ട് മാറ്റാനും അതോടൊപ്പം തന്നെ വലിയ ആളുകൾക്ക് വന്ന് നീന്തൽ പരിശീലനം നടത്താനുള്ള കേന്ദ്രമാക്കി മാറ്റാന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് വർക്ക് നടന്നപ്പോൾ നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചു വന്നു. അതോടൊപ്പം തന്നെ MLA ഒരു ഹൈമാർക്സ് അതിൽ തന്നു പറഞ്ഞ സമയത്ത് പിന്നെ ആർട്ട് വർക്കുകൾ, ഇരിക്കാൻ ബെഞ്ചുകൾ, അതോടൊപ്പം തന്നെ ഗാർഡനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തുടർ പ്രവർത്തനങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇവിടെ ജിംനേഷ്യം, ഫിറ്റ്നസ് സെന്റർ മറ്റതൊക്കെ എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ പുതിയ ഭരണസമിതിയോട് വന്നിട്ട് അവരാണ് ഇപ്പം ഇത് ചെയ്തത്. പക്ഷെ ഇത് മാത്രമല്ല, നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം മനുഷ്യർക്കൊന്നും സമയം ചെലവഴിക്കാനുള്ള കേന്ദ്രങ്ങളില്ലാതിരിക്കുകയാണ്. അപ്പോൾ അവർ വരുമ്പോൾ കുളിക്കാം, അതോടൊപ്പം തന്നെ ജിംനേഷ്യത്തിൽ വന്ന് അവരെ ശരീരത്തിൽ എക്സസൈസ് ചെയ്യാം, അതോടൊപ്പം അവരെ കുട്ടികളുടെ നീന്തൽ പരിശീലനം നടക്കുക. അപ്പം അങ്ങനെ ഞാനൊക്കെ ഇറങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഒരു 500 പേരും 400 പേരൊക്കെ ചെറുകുർത്തി, ഉള്ളൂർക്കര അങ്ങനെ പല വിവിധ ഭാഗങ്ങളിൽ ഈ കുളത്തിലേക്ക് വന്നിരുന്നു. പിന്നീട് നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളല്ലേ, സർക്കാർ ഉണ്ടാക്കിയ എന്തിനോടും മനുഷ്യന്റെ ഒരു സംരക്ഷണത്തിന്റെ ഒരു കുറവുണ്ട്. ജനങ്ങൾ സംരക്ഷിക്കാൻ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ സലാംഖനെ പോലെ ഇങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടി കാണുന്ന ആൾക്കാർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു പഞ്ചായത്ത് ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ ഭംഗി അവിടെ നിലനിൽക്കുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു കുളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുളം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലാണ് അല്ലെങ്കിൽ അത്രയും ഫണ്ട് വെറുതെ ലാപ്സായി പോവാന്നുള്ളതാണ്. അതിന് ഇനി നമുക്ക് ഇപ്പോൾ സലാംഖ
വീണ്ടും അധികാരത്തിലേക്ക് വരികയും ഒപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യാൻ ഇങ്ങനത്തെ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും പദ്ധതികളോ ആവിഷ്കാരങ്ങളോ ഉണ്ടോ? പൊതുസ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ ഒരു കുളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിറ്റ്നസ് സെന്റർ അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് വയോജനങ്ങൾക്കുള്ളത്. അത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ അതിനെ മോണിറ്റർ ചെയ്യാൻ കമ്മിറ്റി രൂപീകരിക്കുക. അതിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ ഇതിന് ഒരു പണ്ട് ഞാൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ ഒരു പ്രാദേശിക തലത്തിൽ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് സംരക്ഷിക്കാനും വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട്. ജനങ്ങളുടെ സഹായം ഇല്ലാതെ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്നാൽ ചെയ്യാം. അതായത് ഈ തുടർന്ന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും അവർക്ക് ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതല്ല, നമുക്ക് ഒരുപാട് പ്രവൃത്തി പരിചയമുണ്ട്. എൻ്റെ രാഷ്ട്രീയ ജീവിതം നടക്കുന്ന ഞാൻ ആദ്യം തന്നെ 84 വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ചെയർമാനായിട്ടാണ് SFI രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ പൊതുരംഗത്ത് SFI എന്നൊക്കെ പറഞ്ഞാൽ അത്ര കാലത്ത് അന്നത്തെ ഭയങ്കര തീവ്രമായ കാലഘട്ടങ്ങളിലാണ്. അവിടെ നിന്നാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. എൻ്റെ പാർട്ടി പൊതുപ്രവർത്തനത്തിൽ കുടുംബപരമായിട്ട് വാപ്പ LC-യിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. വടക്കാഞ്ചേരിയിൽ താമസിച്ചായിരുന്നു. വടക്കാഞ്ചേരി AC-ക്കകത്ത് ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുക അങ്ങനത്തെ കാലത്ത്. പിന്നീട് ഞാൻ ആ പ്രവർത്തനങ്ങളിൽ ഞാൻ തുടർന്ന് റേഷൻ കടയൊക്കെ നടത്തി. അതിലൂടെ ജനങ്ങളോടുള്ള സ്നേഹങ്ങളും അവരുടെ സ്നേഹങ്ങളും പിടിച്ചു പറ്റിയതിൻ്റെ ശേഷമാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്ന സംഭവം എന്ന് വെച്ചാൽ രസമാണ്. കാരണം നമ്മൾ സൊസൈറ്റിയിലേക്കാണ് മത്സരിക്കുന്നത്. സഹകരണ ബാങ്കിൽ 1500-ഓളം ഭൂരിപക്ഷമുള്ള ഒരു സഹകരണ ബാങ്കിലേക്കാണ് മത്സരിക്കുന്നത്. അന്നത്തെ സ്വാഭാവികമായിട്ട് അന്ന് ഞാൻ മത്സര രംഗത്തേക്ക് താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാരണം ആര് നിന്നാലും തോൽക്കുന്ന ഒരു പാനലിലേക്ക് നിൽക്കാനായിട്ട് തയ്യാറാവില്ല. പക്ഷെ എന്നെ പാർട്ടി അന്ന് ചുമതലപ്പെടുത്തി മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തോൽക്കുമെന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് മത്സരിച്ചത്. നിർഭാഗ്യവശാൽ എന്തൊരു ഭാഗ്യവശാൽ തന്നെ പറയാം, ഭാഗ്യവശാൽ തന്നെ പറയാം, ആ പാനലിൽ ഞാൻ മാത്രം ജയിച്ചു. അതൊരു 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ജയിച്ചു കയറിയത്. അന്ന് ഞാൻ എൻ്റെ പേര് റേഷൻ കട സലാം എന്നൊക്കെ പറഞ്ഞു. ആ നാമധേയത്തിൽ ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ട് അത് നമുക്ക് ഉപ്പയായിട്ട് കാണിച്ച ഈ സഹായിക്കുക എന്നുള്ളൊരു മനസ്സൊക്കെ ഉള്ളത് കൊണ്ട് അന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളതിൽ ജയിച്ച് കയറിയിട്ടുള്ള കാലഘട്ടത്തിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും അവിടെ വർക്കുകൾ, മെമ്പർഷിപ്പ്, മറ്റു വർക്കുകളുമായിട്ട് നമ്മുടെ പാർട്ടിക്കകത്തുള്ള ആളുകളെ കയറ്റുന്ന കാര്യത്തിൽ അതന്ന് ഒരു സഹായം ഉണ്ടായിരുന്നു. അന്ന് ഭരണസമിതികളൊക്കെ തന്നെ അതിനൊന്നും അത്ര വലിയ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ മെമ്പർഷിപ്പ് കയറ്റാന്നൊക്കെ പറഞ്ഞ് എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ 10,000 മെമ്പർഷിപ്പ് 5 കൊല്ലം കൊണ്ട് ഞാൻ ചേർത്താൻ കഴിഞ്ഞു. അങ്ങനെയാണ് തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെയാണ് മുള്ളൂർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് വർഷങ്ങളോളം പഴക്കമുള്ള നല്ലൊരു ബാങ്ക് LDF-ന്റെ കയ്യിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ഞാൻ രാഷ്ട്രീയത്തിൽ. സലാംക്ക പറയുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തില് നമുക്ക് കിട്ടുന്ന ഒരു അവസരത്തിന് ഏറ്റവും ജനപ്രദമായ രീതിയിൽ ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ സലാംക്ക പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ മിക്ക റോഡുകൾക്കും നെയിം ബോർഡ് എഴുതി വെച്ചിട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അത് സലാംക്ക ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എല്ലാ റോഡുകൾക്കും ഓരോ റോഡുകൾക്കും പേരിട്ട് നെയിം ബോർഡ് ഇവിടെ തന്നെ വെള്ളത്തോളം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കോട്ടക്കുളം അങ്ങനെ ഓരോ റോഡിനും പേരിട്ടിട്ടുള്ള ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. ടൗൺ മുനിസിപ്പാലിറ്റികളിലൊക്കെയാണ് അത് കണ്ടിട്ടുള്ളൂ, പഞ്ചായത്തുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതിന്റെ ഒരു വികാരം അതെന്താ വെച്ചാൽ നമ്മള് ഈ ഓരോ പ്രദേശത്ത് സ്ഥലം അറിയാതൊക്കെ പ്രയാസപ്പെട്ടിട്ട് ആളുകൾ തിരിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് സാധാരണ ബോർഡല്ല അന്ന് ഉണ്ടാക്കിയത്, ഒരു ആകർഷണീയ ബോർഡായിരിക്കും. പൊതുവെ ഒരാൾ വരുമ്പോ പെട്ടെന്ന് ആ ബോർഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ സ്ഥലത്ത് ഏതാന്ന് തോന്നാവുന്ന രീതിയിൽ. അപ്പൊ അതിന് നല്ല ചെലവുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അത് മെയിനായിട്ട് നമ്മൾ ആ ചെയ്യണ കാലത്ത് അത് പ്രത്യേകിച്ച് പല പഞ്ചായത്തുകളും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പഞ്ചായത്തില് ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യാനുള്ള സഹകരണം ചെയ്യാൻ കഴിഞ്ഞു. അത് ഇപ്പോൾ നമ്മൾ സംരക്ഷിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പല ഭാഗത്തുള്ള ബോർഡുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം PW റോഡിലൊക്കെ പിന്നെ അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് പ്ലാഴി റോഡിലൊക്കെ തന്നെ റോഡുകളിലെ ബോർഡുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളന്ന് അഴിച്ചു മാറ്റേണ്ടതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ പുതിയ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് ആ കേന്ദ്രങ്ങളാക്കണം. ഓക്കെ സലാംക്ക, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വലിയൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സലാംക്ക ഓരോ പ്രൊജക്റ്റുകളും ചെയ്തിരിക്കുന്നത്. ഇന്നലെ സലാംക്ക ചെയ്തത് ഇന്ന് പല പഞ്ചായത്തുകളും അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ മോഡലുകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സലാംക്ക ആ ഒരു വീക്ഷണം അത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു
പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് സലാംക്ക വരികയാണെങ്കിൽ എന്തെല്ലാം പദ്ധതികൾ മനസ്സിലുണ്ട്? ഒന്ന്. രണ്ട്, ഒപ്പം തന്നെ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ പറ്റുന്ന സമയത്ത് അതിന്റെ ഒരു ക്രക്സ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മേഖല ഏതാണ് സലാംക്ക ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ കൊടുക്കുന്ന ഒരു ഏരിയ ഏതാണ്? എൻ്റെ മനസ്സിൽ ഏറ്റവും ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ യൂത്ത് ചെറുപ്പക്കാരായ ആളുകൾക്ക് അവർക്ക് അവരുടെ സ്പോർട്സുകൾ, മറ്റുള്ള പ്രശ്നം, അവർ മറ്റ് പരിശീലന കേന്ദ്രങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഉതകുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലില്ല. പല പഞ്ചായത്തുകളിലും സ്റ്റേഡിയം, ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് നിരവധി കാര്യങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റേഡിയം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മുള്ളൂക്കര പഞ്ചായത്തിൽ നല്ല സൗകര്യമുള്ള അടിസ്ഥാനമുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അവർക്ക് കളിക്കാൻ, ഓടാൻ, യുവജനങ്ങൾക്കായിട്ട് ഫസ്റ്റ് മുൻഗണന. അത് എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ഭരണസമിതി കാലത്തുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന ആളുകൾ പാലിയേറ്റീവ് രോഗികൾ, പാലിയേറ്റീവ് സുഖമില്ലാത്ത അസുഖം ബാധിച്ച കുട്ടികൾ, അതേമാതിരി ബഡ്സ് സ്കൂളുകൾ. അതായത് പല വീടുകളിലും കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ജന്മം വരുമ്പോൾ തന്നെ അവർ ഓരോ പ്രയാസം അനുഭവിച്ചിട്ടുള്ള കുട്ടികൾ, അവരെ സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളില്ല. വിവിധ സ്ഥലങ്ങളിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ മാതൃകാപരമായിട്ട് പല പഞ്ചായത്തുകളും ഹൈടെക്കായി വലിയ രീതിയിൽ ഇത് നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിനകത്ത് അങ്ങനത്തെ ഒരു കേന്ദ്രം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സമീപത്തെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ ആൾക്കാരെയോ കരുതലോടുകൂടി കണ്ടു നടക്കാനുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്കായിട്ട് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് സലാംക്ക പറഞ്ഞത്. അതൊരു വലിയ ഒരു കാര്യം തന്നെ. ഞാൻ പറഞ്ഞ അടിസ്ഥാന വികസനത്തിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖല കൂടിയായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അപ്പൊ കാർഷിക മേഖലയിൽ എന്തെങ്കിലും സ്വപ്ന പദ്ധതികൾ സലാംക്ക? കാർഷിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരൊക്കെ കൃഷിയിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഒന്ന് പ്രയാസപ്പെട്ട് അവർക്ക് പ്രകൃതിയുടെ ഓരോ വിവിധ ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ട് മഴയില്ല, ചില രൂക്ഷമായ വേനലാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ കൃഷി ചെയ്യാൻ അവർക്ക് ഭയങ്കര പ്രയാസങ്ങളുണ്ട്. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് വനാന്തരങ്ങളുടെ പ്രദേശത്തുള്ള കൃഷിയിടങ്ങളിലും അതൊന്നും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാവുന്ന രീതിയിലേക്ക് ഉതകുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കാലത്തുള്ള ശല്യമാണ് ഈ ആനകളിലെ, പന്നികളിലൊക്കെ ശല്യം. അതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഒരു പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നല്ല, ബന്ധപ്പെട്ട അധികാരികളോട് ചെയ്യാനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് വലിയ വലിയ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുക കാർഷിക മേഖലയിൽ. അതുപോലെ തന്നെ നിലവിലുള്ള തോടുകളൊക്കെ തന്നെ നവീകരിച്ചുകൊണ്ട് വെള്ളം ഒഴുക്ക് സംരക്ഷിക്കാനും അത് കെട്ടി സ്ഥാപിക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കാനും രീതിയിൽ നിലവിലുള്ള കുളങ്ങളൊക്കെ തന്നെ പഴയ കുളങ്ങളൊക്കെ ഉണ്ടാവും. പഴയ കാലത്തുള്ള കുളങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ തുറന്നു കിടക്കുന്നുണ്ടാവും. ഞാനുള്ള കാലത്താണ് ഒരു ആറോളം കുളങ്ങൾ നവീകരിച്ചത്. നല്ല മോഡൽ വാഴക്കോട് പള്ളിയുടെ മുഖത്തുള്ള കുളങ്ങൾ, അതുപോലെ കുളത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പണ്ടൊക്കെ ഞാനുള്ള സമയത്താണെങ്കിൽ അതിൻ്റെ പൂർത്തീകരിച്ച് പറഞ്ഞ സമയകാലത്താണ്. അതോടൊപ്പം തന്നെ പല കുളങ്ങളും അങ്ങനെ തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത കുളങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ വെള്ള സ്റ്റോറേജ് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കുളങ്ങൾ എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങൾ പോലെ തന്നെയാണ്. വെള്ളം അവിടെ കിടക്കുന്നു. അതിന്റെ ഒപ്പം നമുക്ക് ഡ്രൈ ലാൻഡ് ആവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. കുളങ്ങൾ ക്രമീകരിച്ച് നിർത്തുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ പലപ്പോഴും നമ്മൾ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ തനത് ഫണ്ട് വെച്ചിട്ടുണ്ടാവും. ഈ ഫണ്ട് പലപ്പോഴും ലാപ്സ് ആയി പോകുന്ന ഒരു കാര്യം പലപ്പോഴും എല്ലാ ഓഡിറ്റിലും കാണുന്നുണ്ട്. ഇപ്പൊ ഈ തവണത്തെ 23-24 മുള്ളൂർക്കര ഓഡിറ്റിലും ഞാൻ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫണ്ടുകൾ ലാപ്സ് ആയിട്ട് നിൽക്കുന്നു. അതായത് ഒരു 4 കോടിയുടെ പ്രൊജക്ട് വെച്ചിരിക്കുന്നു, അതിൽ 3.5 കോടിയോ അല്ലെങ്കിൽ 3.35 അങ്ങനെയാണ് 23-24 കാലഘട്ടത്തിൽ കാണുന്നത്. അങ്ങനെ ഫണ്ട് ലാപ്സ് ആയി പോകുന്നുണ്ട്. ആ പദ്ധതിയിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടായിരിക്കും? അത് സാധാരണ പഞ്ചായത്തുകളിൽ നമ്മളൊരു മോണിറ്ററിംഗ് ആയിരിക്കും. നമ്മൾ ഒരു പദ്ധതി വയ്ക്കുമ്പോഴും അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. ആ പദ്ധതികളുടെ പ്രവർത്തന ഘട്ടം എങ്ങനെയാണ്, അത് തുടങ്ങിയത് എപ്പോഴാണ്, അത് സ്റ്റാർട്ടിങ് എങ്ങനെയുള്ളത്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ മോണിറ്ററിങ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംപ്ലിമെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ യോഗങ്ങൾ വിളിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ടുകൾ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ട്, എവിടെയെങ്കിലും പ്രവർത്തനങ്ങൾ സ്ലോ ആണെങ്കിൽ അതിനെ നമ്മൾ സ്പീഡാക്കാനുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ നമ്മൾക്കും നമ്മളടുത്ത് ഉണ്ടായിരിക്കണം. അത് പല പഞ്ചായത്തും, ഇപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, ഇതിനേക്കാൾ വിപ്ലവം സൃഷ്ടിക്കുന്ന പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും പല പഞ്ചായത്തിലുണ്ട്.
ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളൊക്കെ തന്നെ സംസ്ഥാനത്തൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4ാം സ്ഥാനത്തൊക്കെയാണ് നമ്മൾ മീഡിയ വണ്ണിൻ്റെ നാഷണൽ അവരുടെ അവാർഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ 200 ജില്ലാ പഞ്ചായത്ത് പങ്കെടുത്തിട്ട് മുള്ളൂക്കര പഞ്ചായത്ത് സെക്ഷനിൽ 3ാം സ്ഥാനം 4ാം സ്ഥാനമൊക്കെ ജനങ്ങളടക്കം വോട്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ നമ്മളതിന് കുറച്ച് നമ്മളിത് സ്ഥാനത്തേക്ക് വരുമ്പോൾ കുറച്ച് നമ്മൾ ഡെഡിക്കേറ്റഡ് ആണോ അതിനോട് അത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. നമുക്ക് എല്ലാ കാലത്തും ഒരേ മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളുള്ള മേഖലകളിൽ എത്ര വർഷം ഇരുന്നു എന്നല്ല, ഒരു ദിവസം ഒരു സ്ഥാനത്ത് ഇരുന്നു വെച്ചെങ്കിലും ആ ഒരു ദിവസം അവ ഇരുന്നു എന്ന് പൊതുസമൂഹത്തിൽ അറിയിക്കുകയാണെന്ന ഒരു പ്രത്യേകത. അത് പൊതുസമൂഹത്തിൽ അറിയിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഈ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ വായിക്കുന്ന സമയത്ത് കണ്ടിരിക്കുന്ന കാര്യം, ഒരുവിധം എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഇപ്പൊ നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലത്തിലെ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എടുത്ത് വായിക്കുമ്പോഴും കാണുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആസ്തി വികസന രജിസ്റ്റർ കംപ്ലീറ്റഡ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ കാണുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും സലാം? ഈ പഞ്ചായത്തിന്റെ ആസ്തികളാണ്, ആ ആസ്തികളുടെ രജിസ്റ്റർ പൂർണ്ണമല്ല എന്ന് എഴുതി വെക്കുന്ന ഒരു അവസ്ഥ വരാൻ സാധാരണ പല പഞ്ചായത്തുകളും ഇപ്പൊ അതിന് പ്രൊജക്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വേണ്ടി 2 വർഷം 1 വർഷമൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അതിന് ടെക്നിക്കൽ ആളുകളെ വെച്ചുകൊണ്ട് അത് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന രേഖയിൽ അല്ലെങ്കിൽ പദ്ധതി പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തണം. നമ്മൾ അതിന് എഞ്ചിനീയർമാരെ ഉപയോഗിക്കേണ്ടി വരും, മറ്റ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കേണ്ടി വരും. ആ രീതിയിലേക്ക് അത് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ്. അതിപ്പോൾ നമ്മൾ കയറിയാൽ ഇപ്പം 100% ചെയ്യാൻ കഴിഞ്ഞു എന്നിരുന്നല്ല, അത് ചെയ്യേണ്ടതാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ചില പ്രശ്നങ്ങൾ വരുന്നത്. ചില മേഖലയിൽ പഞ്ചായത്തിന്റെ അധീനമുള്ള സ്ഥലമായിരിക്കും, ആ സ്ഥലത്ത് റോഡ് വെട്ടാൻ ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ കൊണ്ട് ആസ്തിരേഷനിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ ആ നേരത്ത് നമുക്കത് പണിയാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊരു പ്രത്യേകിച്ച് ഞാൻ പഴയ കാലത്ത് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, എല്ലാ ആസ്തിരേഷനിൽ ഉൾപ്പെടുന്ന അപ്ഡേഷൻ ആക്കണം എന്നുള്ളത്. അതെന്തായാലും നമ്മൾ ചെയ്യണം. അത് ഭരണസമിതിയുടെ കാഴ്ചപ്പാടിൽ ഞാൻ മെയിനായിട്ട് ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ പഞ്ചായത്തുകളിലെയും ഇപ്പൊ അത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലല്ല, ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇങ്ങനെ ആസ്തി രജിസ്റ്റർ കംപ്ലീറ്റഡ് അല്ല എന്നുള്ളൊരു കമന്റ് ഓഡിറ്റ് റിപ്പോർട്ടർമാർ എഴുതി വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഒരു കാര്യമായിരുന്നു നമ്മുടെ കുടിവെള്ള പദ്ധതികൾ. നമ്മുടെ നാട്ടിലുള്ള കുടിവെള്ള പദ്ധതികൾ ഒരു പരിധി വരെ ഇപ്പോൾ ജലനിധി പോലത്തെ പ്രൊജക്ടുകളൊക്കെ വന്നതിന് ശേഷം എല്ലാവർക്കും കുടിവെള്ള പദ്ധതികൾ വന്നിട്ടുണ്ട്. ഈ കുടിവെള്ള പദ്ധതികൾ വരുന്ന സമയത്ത് ഓരോ വീടുകളിലുമുള്ള കിണറുകൾ സ്വാഭാവികമായിട്ടും നശിക്കുന്ന ഒരു സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഒരു വാട്ടർ സോഴ്സ്? ഇപ്പൊ സലാംക്ക് വളരെ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രകൃതിയുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കുളങ്ങൾ നവീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം. അത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ കുടിവെള്ളം എല്ലാം വീടിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഈ കിണറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലാതെ ആകുന്നുണ്ടോ എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് ഉണ്ടോ? ഉണ്ട്, 100%. എന്താ അറിയോ, നമ്മൾ ഈ ആളുകളൊക്കെ തന്നെ നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കുടിവെള്ളം കൊടുത്തത് ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. അന്ന് ഇവിടെ ഈ കുടിവെള്ളം കൊടുക്കുന്ന സമയത്ത് ജലനിധി പദ്ധതി മുള്ളൂക്കര ഗ്രാമപഞ്ചായത്തിൽ വരുന്ന സമയത്ത് ഇവിടെ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും UDFനകത്ത് അതിന് ഭയങ്കര എതിർപ്പുണ്ടാകുന്നു. ഇത് വിദേശ ഫണ്ടാണ്, തട്ടിപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് ഓമന ബാലചന്ദ്രൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് UDFന്റെ ആയിരുന്നു. അതിനോടൊപ്പം ചെന്ന് ഞങ്ങളാണ് സഹകരിച്ചിട്ട് ഈ പഞ്ചായത്തിനകത്ത് വിവിധ ഭാഗങ്ങളിൽ 50-ഓളം സ്കീമുകൾ നടപ്പാക്കാൻ കഴിഞ്ഞു. അന്ന് UDF തന്നെ ആ സ്കീം പരാജയപ്പെട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, UDFനകത്ത് തന്നെ വലിയ സമരങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അത് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് LDFന്റെ മെമ്പർമാരായി ഞാൻ അന്നത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രഘുവേട്ടനെ കൂടിയിട്ടാണ് ആ പദ്ധതി നടപ്പാക്കാൻ മുന്നിൽ നിന്നത്. അന്ന് ആ പദ്ധതി നടപ്പായത് കൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും വെള്ളം കുടിക്കുന്നത്. കാരണം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഉള്ള കുറേ 10-40 സ്കീം നടപ്പാക്കാൻ പറ്റില്ല, 10-30 സ്കീം ലാസ്റ്റ് സ്ഥായിയായി നിലനിന്നു. പക്ഷെ അതിൽ 10, 15, 18, 20 സ്കീമുകൾ ഇപ്പോഴും നന്നായി പ്രവർത്തിച്ചുകൊണ്ട് 10-20 സ്കീമുകൾ ഇന്നും 10-28 കൊല്ലമായിട്ട് ആ സ്കീമിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. പക്ഷെ നമ്മളിങ്ങനെ വെള്ളം ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്നൊക്കെ വെള്ളം കിട്ടുമ്പോൾ ആളുകളുടെ തോന്നൽ എന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതാണ്. അവരെന്താ വെച്ചെങ്കിൽ വീട്ടിലെ കിണറുകളോ നമ്മുടെ സമീപപ്രദേശത്തെ വെള്ളം സോഴ്സ് ചെയ്യാനുള്ള കേന്ദ്രങ്ങളോ സംരക്ഷിക്കില്ല. അവരിതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ റീചാർജ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കിണറുകൾ വീടുകൾ ഒക്കെ കോൺക്രീറ്റ് മേഖലകളായിട്ട് മാറുകയാണ്. വീടിൻ്റെ പരിസരത്ത് വരും ഒരു ചെറിയ വീടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിസരത്ത് പോലും ഒരു തുള്ളി വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ തന്നെ എവിടെ ശേഖരിക്കാതെ ഒഴുകി പോവാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അതിന് പ്രോത്സാഹനം കൊടുക്കണം. അതായത് വെള്ളം അവിടെ ശേഖരിച്ച് അവിടെ റീചാർജ് ചെയ്യാം. നിലവിലുള്ള കിണറുകൾ, നിലവിലുള്ള ബോർവെല്ലുകൾ, അതിനൊക്കെ തന്നെ റീചാർജ് ചെയ്യാനുള്ള ബോധവൽക്കരണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ വെള്ളം നമുക്ക് പഞ്ചായത്തിനകത്ത് നമുക്ക് കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ വെള്ളത്തെ നമുക്ക് സംരക്ഷിക്കാനോ തടുത്തു നിർത്താനോ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മളൊക്കെ തന്നെ പല പഞ്ചായത്തുകളും മറ്റു പഞ്ചായത്തിൽ ആശ്രയിക്കുകയാണ്.
നമ്മൾ ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം, അല്ലെങ്കിൽ നല്ല വേനൽക്കാലത്താകുമ്പോൾ വെള്ളം രൂക്ഷമാകുമ്പോൾ എരുമപ്പെട്ടിയിൽ വെള്ളം കിട്ടാം, അവിടെ കിണറുണ്ട്, അവിടുന്ന് ടാങ്കറിൽ കൊണ്ടുവരാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു കാലഘട്ടങ്ങൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിലേക്ക് വെള്ളത്തിന് ടാങ്കർ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ അതത് മേഖലകളിൽ പഞ്ചായത്തിനനുസരിച്ച് അവിടെ വെള്ളം സംരക്ഷിച്ച് നിൽക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് പൊതുസമൂഹം മാറ്റണം. അതിനെ മാറ്റിയെടുക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമൂഹം അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയുടെ അമിതമായുള്ള ഉപയോഗമാണ്. ഇപ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് സലാംക്ക ആദ്യം തന്നെ പറഞ്ഞു, യുവജനങ്ങൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം ഉണ്ടാവുന്നു. അപ്പോൾ അതൊരു അവരെ വേറൊരു സ്ഥലത്തേക്ക് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ലഹരി എന്ന് പറയുന്ന അതിനെതിരെ പോരാടാനായിട്ട് എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? ശരിക്കും ഒന്നാമത്തെ ഏറ്റവും മസ്റ്റായിട്ടുള്ളത് ബോധവൽക്കരണം തന്നെയാണ്. കുടുംബങ്ങളിലേക്ക് ചെല്ലണം, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലേക്ക് ചെല്ലണം. ജനങ്ങളുടെ ഇടയിൽ ഇതിനു വേണ്ടി പണ്ട് സാക്ഷരതാ യജ്ഞം നടപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കിയില്ലേ, സമ്പൂർണ്ണ സാക്ഷരത വലിയൊരു പദ്ധതിയായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയത്. പക്ഷെ ആ പദ്ധതി ജനങ്ങൾ പഞ്ചായത്തും ഏറ്റെടുക്കും. ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് പഞ്ചായത്തുകളാണ്. അതിന് ജനങ്ങളുടെ ഉള്ളിൽ, കുടുംബത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പഞ്ചായത്ത് ജനപ്രതിനിധികളും കൂട്ടായി നിന്നുകൊണ്ട് അവർക്ക് ബോധവൽക്കരണം നടത്തുക മാത്രമല്ല, അവർക്കൊക്കെ തന്നെ ഇതിന് സമയം കണ്ടെത്താൻ. ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്കൊന്നും സമയം ചെലവഴിക്കാൻ കിട്ടുന്നില്ല. അവരൊക്കെ മൊബൈലിലും മറ്റും തന്നെ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, വിവിധ മേഖലകളിലൊക്കെ തന്നെ ഫിറ്റ്നസ് സെൻ്ററുകൾ ഉണ്ടാക്കുക, ഉല്ലസിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, മോട്ടിവേഷൻ എല്ലാ ഭാഗത്തും ഉണ്ടാകുമ്പോൾ കുട്ടികളെ ആ രീതിയിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ പുതിയ ജനറേഷൻ വഴിമാറി പോവാത്ത രീതിയിലേക്ക് ഈ തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. ഈ ജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഒരു അത് എല്ലാ വാർഡിലും വേണം. അത് ജാഗ്രതാ സമിതി കൂടുകയും അതിന് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് അംഗം അയോഗ്യനാകുമെന്ന് വരെയുള്ള ഒരു നിയമം ഇപ്പോൾ നിലവിലുണ്ട്. ഈ ജാഗ്രതാ സമിതികൾ മുഖേനെങ്കിലും നമുക്ക് ഈ പറഞ്ഞ വലിയൊരു വിപത്തിൽ നിന്ന് നമ്മുടെ ഒരു സമൂഹം എന്ന് നാളേക്ക് ഉണ്ടാകുന്ന ഒരു യുവജനത ഇല്ലാതെ ആകുക, അല്ലെങ്കിൽ അവരെ ഒരു പ്രാപ്തരായിട്ടുള്ള യുവജന അല്ലാതെ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ വേറെ നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ ആ ബോധവൽക്കരണ ക്ലാസ് എന്നതിനേക്കാൾ ഉപരി ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചില ജാഗ്രതാ സമിതികൾ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് പിന്നെ അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല. അത് വാർഡ് തലത്തിലാണെങ്കിലും പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ച് അത് പിന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അത് നടക്കുന്നു എന്ന രീതിയിൽ ഒപ്പിട്ട് വിരിയുന്ന രീതിയിലേക്ക് പോകാം. പക്ഷെ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവണം. അതിൻ്റെ പുതിയ ഐഡിയാസുകൾ നമ്മൾ കണ്ടെത്തണം. ഇത് നമ്മളിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിർദ്ദേശങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ ഇത് എങ്ങനെ നിർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള രീതിയിൽ അത് കുട്ടികളോട് ശാസിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ പറയാവുന്ന രീതിയില്ല. അവരെ നല്ല രീതിയിൽ നമ്മളോട് ചേർത്ത് പിടിക്കുക. നമ്മുടെ സ്നേഹം കൊടുത്ത് അവരെ ബോധവൽക്കരിച്ച് വിവിധമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ കാണുന്ന കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളറിയാത്ത സാധനങ്ങളാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പേസ്റ്റുമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ പല രീതിയിലും കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സ്കൂളുകളിൽ നമ്മൾ നല്ല കേന്ദ്രീകരിച്ച് പറയും. എനിക്കെൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഞാൻ നന്നായി സ്കൂളുകളെ മോണിറ്റർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അംഗൻവാടികളൊക്കെ തന്നെ മനോഹരമാക്കിയിരുന്നത്. അപ്പോൾ അംഗൻവാടികൾ മനോഹരമാകുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങൾ കിട്ടാൻ മറ്റ് സൗകര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കില്ല, അവരെ ഈ അംഗൻവാടികൾക്ക് പറഞ്ഞയക്കും. സർക്കാർ തലത്തിൽ നിരവധി ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്, ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും ബുക്കായിട്ടും എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ തലത്തിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ കാശ് കൊടുത്ത് കണ്ടമാനം കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, ബാത്റൂം വൃത്തിയില്ല, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ആ അറ്റ്മോസ്ഫിയർ ഇല്ല. ഇപ്പം നമ്മുടെ പഞ്ചായത്തിനകത്ത് എല്ലാ അംഗൻവാടി, ഈ പഞ്ചായത്തല്ല കേട്ടോ, പൊതുവെ എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ ആശുപത്രികൾ അതോടൊപ്പം തന്നെ അംഗൻവാടികൾ തന്നെ ഹൈടെക് ആകും. അങ്ങനെയാണ് നമ്മൾ കുട്ടികളൊക്കെ ഇതിലേക്ക് വരുന്നത്. സലാംക്ക പറഞ്ഞു വരുന്നത് ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ള വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആണെന്നുണ്ടെങ്കിൽ തുണി നന്നായിട്ട് മോണിറ്റർ ചെയ്യാനും ഒപ്പം അവരെ വഴി തെറ്റാതെ വരുത്താനുമുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. മറ്റുള്ള പ്രൈവറ്റ് സ്കൂളിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ് സെക്ടറിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് തുണി മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്നൊരു ആശയമാണ് ഞാൻ അതിന് എടുക്കുന്നത്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? 100%. നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ പണ്ട് സ്കൂളിലൊക്കെ 300 കുട്ടികൾ 250 കുട്ടികൾ വന്നത്, ഞാൻ ഇറങ്ങുന്ന സമയത്ത് 700-750 കുട്ടികളാണ് വന്നത്. അവർക്ക് എല്ലാ സൗകര്യം വരുമ്പോൾ ഇപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ വരുമ്പോൾ അതല്ല, ഇവിടെ തന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സ്കൂളുകളിൽ പറ്റും. മറ്റേതിപ്പോൾ ഓരോ മേഖല ഞാൻ ഇപ്പോൾ ഇന്ന വിഭാഗം എന്ന് പറയുന്നില്ല, എല്ലാ വിഭാഗങ്ങളിലും അവരോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലൊരു ചായ്വ് ഉണ്ടാവും. ഇത് കുട്ടികളൊക്കെ തന്നെ ഏകോദര സഹോദരന്മാരെ പോലെ പെരുമാറുന്ന ഒരു സംവിധാനം സർക്കാർ കൺസെപ്റ്റിൽ സ്കൂളുകൾക്കുണ്ട്.
മറ്റ് സ്കൂളുകളിൽ ഇല്ല എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചതൊക്കെ തന്നെ സിസ്റ്റേഴ്സുമാരുടെ സ്കൂളിലൊക്കെയാണ്. എന്നാൽ അതിന് തള്ളി പറയുന്ന രീതിയിലില്ല. NSSലാണ് പഠിച്ചത്. അവിടെ ഒന്നും കുറവുണ്ടായിട്ടല്ല. പക്ഷേ സർക്കാർ കൺസെപ്റ്റിലുള്ള സ്ഥാപനങ്ങൾ, ആശുപത്രികളായാലും ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ചിന്തിക്കാൻ, ഇപ്പോൾ സർക്കാർ ആശുപത്രി ചിലവരിപ്പോൾ എന്തെങ്കിലും, ഞാനടക്കം വരുന്ന ആളുകൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ വേഗം വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇന്ന് സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ, വടക്കാഞ്ചേരി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോ വടക്കാഞ്ചേരി ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ കുറച്ച് ഹൈ ക്ലാസ്സിലെ ആളുകൾ അധികം വരുന്നത്. അവർക്ക് അവിടെ സേവനം കിട്ടുന്നത് നമ്മുടെ ആൾക്ക് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിൽക്കാനോ സമയമില്ല. നമുക്ക് പെട്ടെന്ന് ചെന്നാൽ അവിടെ ചെന്നാൽ AC റൂമിലിട്ട് പിന്നെ ICയിൽ കയറ്റണം. രോഗം എന്താന്ന് ICയിലെ കയറ്റിയാൽ നമ്മുടെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാവുക, നമ്മളെല്ലാ അസുഖം മാറിയെന്നാണ്. അവരാദ്യം ICയിൽ കയറ്റും, അവന് വേണ്ട സൗകര്യങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഡാറ്റ അവർ കളക്ട് ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം. അപ്പോൾ എത്ര കാശ് ഇൻഷുറൻസ് ഉണ്ടോന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ മനസ്സിലാ കൺസെപ്റ്റാണ്. ഇന്ന് സർക്കാർ ആശുപത്രിയുടെ ചികിത്സ ഓളം മെച്ചപ്പെട്ട ചികിത്സ എവിടെയില്ല. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരു ചോദ്യം ചോദിക്കാൻ, ഞാനൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിന്റെ തനത് ഫണ്ടുകളിലേക്ക്, ഇപ്പൊ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ട് വരുമാനമായിട്ടില്ല, ഇപ്പൊ ബിൽഡിംഗ് ടാക്സ് കൂടാതെ അങ്ങനെ റെന്റൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മുടെ മറ്റ് പഞ്ചായത്തിനെ നോക്കുമ്പോൾ മുള്ളൂർക്കര പഞ്ചായത്ത് കുറവാണ്. വരൂർ പഞ്ചായത്തിനെ നോക്കുമ്പോൾ മുള്ളൂർക്കര പഞ്ചായത്ത് കൂടുതലാണ്. വള്ളത്തോൾ പഞ്ചായത്തിനെ നോക്കുമ്പോൾ മുള്ളൂർക്കര പഞ്ചായത്ത് ഒരുപാട് കുറവാണ്. കാരണം കഴിഞ്ഞ കാലത്ത് അവർ ടൗണിൽ സ്ഥലം കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്, വരുമാനമുണ്ട്, ടാക്സുകൾ തന്നെ വേരിയേഷൻ ഉണ്ട്, നിരവധിയില്ല. അപ്പോൾ തനത് ഫണ്ടാണെങ്കിലും ടാക്സ് ആണെങ്കിലും അതോടൊപ്പം തന്നെ തൊഴിൽ നികുതി ആണെങ്കിലും പല രീതിയിലൊക്കെ തന്നെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന് വരുമാനം ഒരു ആവറേജ് ഒരു ചെറിയ അത്യാവശ്യം മറ്റുള്ള പഞ്ചായത്ത് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും തനത് ഫണ്ടല്ല, പഞ്ചായത്തിന് വിവിധ ഏജൻസികളിലെ ഫണ്ടുകൾ ഉണ്ടാവണം. ആ ഏജൻസികളിൽ വിവിധ ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ട്, സ്പോർട്സ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് കിട്ടാനുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് നമ്മൾ പോകണം. നമ്മളിപ്പോൾ തോട് വേണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് നോക്കിയിട്ടിരുന്നാൽ തോടിൻ്റെ നവീകരണം വരില്ല. മൈനർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട്, മേജർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ നമ്മൾ ഒരു കോളനി നവീകരിക്കണം. നമുക്ക് പഞ്ചായത്തിന് നമുക്ക് കോളനി കൊണ്ട് എന്താ നവീകരിക്കാൻ പറ്റുക? അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ മൈൻഡിലേക്ക് പോകണം. മൈൻഡ് സെറ്റിലേക്ക് പോയിട്ട് നമ്മളിപ്പോൾ എങ്ങനെ ഇതിലേക്ക് കുറച്ച് പൈസ, അപ്പോൾ നമ്മൾ കോർപ്പസ് ഫണ്ട് അതിനെ വിനിയോഗിക്കാൻ വലിയ ഫണ്ടുകൾ കോർപ്പസ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ അംബേദ്കർ കോളനി നവീകരണ പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ പഞ്ചായത്തിൽ ഏകോപിച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചായത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താം. അതിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാവണം. ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, പഞ്ചായത്തിന് ഇപ്പൊ നമുക്ക് എപ്പോഴും സെൽഫ് സഫീഷ്യന്റ് ആവുക, ഇപ്പൊ ഗാന്ധിജി വിഭാവനം ചെയ്ത രീതിയിൽ സ്വയം ഓരോ ഗ്രാമങ്ങളും അവർ സെൽഫ് ഡെവലപ്ഡ് ആവണം എന്നുള്ള ഒരു ആശയമാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് പഞ്ചായത്തിന് ഇൻകം ഉണ്ടാക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്ലാൻസോ പദ്ധതികളോ അല്ലെങ്കിൽ പഞ്ചായത്തിനുണ്ടോ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പ്ലാൻസോ പദ്ധതികളോ? നമുക്ക് എന്റെ മനസ്സിനനുസരിച്ച് മുള്ളൂർക്കര മാർക്കറ്റ് ഉണ്ട്, അത് ചെറിയ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടത്തിനോട് ചേർന്ന് പഞ്ചായത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ഥലങ്ങളായി ഉപയോഗിച്ച് ആ മാർക്കറ്റിനെ നവീകരിച്ചുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള രീതിയിലേക്കൊന്ന് മാറ്റാൻ പറ്റും. പിന്നീട് വാഴക്കോട് വിപണന കേന്ദ്രമുണ്ട്, അതും പഞ്ചായത്തിൻ്റെ സ്ഥലം തന്നെയാണ്. അത് നമുക്ക് വേണമെങ്കിൽ പഞ്ചായത്തിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നടത്തി അവിടുത്തെ ആ ഹരിതകർമ്മസേനയുടെ സ്ഥലം അവരാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല സൗകര്യങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ വലിയ സൗകര്യത്തോട് കൂടിയിട്ടുള്ള രീതിയിലേക്ക് അവിടെയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ ശുചിത്വം ഇവിടെയൊക്കെ നോക്കിയാൽ എത്ര മനോഹരമായിട്ട് കാണുന്നത് എന്താ, നമ്മൾ ഈ ഹരിതകർമ്മസേന വന്നതിന് ശേഷമാണ്. നമ്മളൊക്കെ അവരെ ചെറുതായിട്ട് പുച്ഛിച്ച് കാണിക്കാറുണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അവരാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഈ വേസ്റ്റുകൾ അതേമാതിരി പ്ലാസ്റ്റിക്കുകളൊക്കെ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് അത് വിവിധ രീതിയിൽ തരം തിരിച്ചുകൊണ്ട് ഇവിടുന്ന് കയറ്റി അയക്കുന്നത്. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിൽ ഒക്കെ തന്നെ വൃത്തിയായിരിക്കുന്നത്. ഇന്ന് പല വീടുകളായിട്ടും പറയും ഇന്ന് ഹരിതകർമ്മസേന വന്നില്ല എന്ന് പറയും. പണ്ട് ഹരിതകർമ്മസേന 50 ഉറുപ്പിക കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലവ് പറയും അവർ വെറുതെ കാശ് മേടിക്കാൻ വരുന്ന, അങ്ങനെ ശീലമായി. അപ്പൊ നമുക്ക് ശീലമായി. നമുക്ക് പ്ലാസ്റ്റിക് വീട്ടിൽ കത്തിക്കില്ല, പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ഈ സാധനം കൊണ്ടുപോയിട്ട് സംസ്കരിക്കാനുള്ള. അപ്പൊ അവരുടെ ഇതില്ല, അവർക്കിപ്പോൾ സൗകര്യങ്ങൾ കുറവാണ്. അവരുടെ വർക്കുകളെ നമ്മൾ ഒന്നും കൂടി മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ശുചിത്വം എന്ന് പറയുന്ന ഒരു ഗ്രാമമാക്കി മാറ്റണം.
തീർച്ചയായിട്ടും അതൊരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ പണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരും പ്ലാറ്റ്ഫോമിൽ തുപ്പുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ തുപ്പാൻ നമുക്ക് തോന്നില്ല, കാരണം പ്ലാറ്റ്ഫോം വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ അതൊരു ഇത് തന്നെയാണ്. അവിടെ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് തോന്നില്ല. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നമുക്കൊരു വേസ്റ്റ് ഇടാൻ തോന്നില്ല. നമ്മൾ എവിടെയാണോ വേസ്റ്റ് ബിൻ അവിടെ പോയിട്ടേ ഇട്ടുള്ളൂ. അപ്പൊ അതൊരു നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുള്ള കാര്യം തന്നെയാണ്, അതിൽ സംശയമില്ല. ഞാൻ വേറൊരു കാര്യവും ചോദിക്കാനുള്ളത് എനിക്കുള്ളത് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും സലാംക്ക ഇപ്പൊ നമ്മൾ വിവിധ മേഖലകളിൽ നമ്മൾ കൈവച്ച് സംസാരിച്ചു. സലാംക്ക വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും ഏതൊക്കെ രീതിയിലുള്ള എന്തെങ്കിലും പദ്ധതികൾ, ഇപ്പം സലാംക്ക ആരോഗ്യത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചു പോയി. നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ നന്നായിട്ട് മരുന്നും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ആൾക്കാർ വരും. സലാംക്ക പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി വെൽ എക്യുപ്പഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും സർക്കാർ ഹോസ്പിറ്റലുകളെ സമീപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഇത്രയും നമുക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പദ്ധതികളോ കാര്യങ്ങളോ? അതെ, നമ്മൾ ഈ സ്കൂളുകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 10 ലക്ഷം വിദ്യാർത്ഥികളാണ് മറ്റ് സ്കൂളുകളിൽ നിന്ന് സ്കൂളുകൾക്ക് വരുന്നത്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ ഗ്രൗണ്ട് ആണെങ്കിലോ മറ്റ് സൗകര്യങ്ങളാണെങ്കിലോ മറ്റ് കാര്യങ്ങളോ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ചെയിനയിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആശുപത്രികൾ, ഇംപ്ലിമെൻ്റ് ഉദ്യോഗസ്ഥന്മാർ, അല്ലാതെ ആശുപത്രികൾ, അംഗൻവാടികൾ, അതോടൊപ്പം തന്നെ സ്കൂളുകളൊക്കെ തന്നെ അത് ഈ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണ്. അപ്പം നമുക്ക് അവിടെ നമ്മുടെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മാറി നിൽക്കാവുന്ന രീതിയില്ല. അവിടെ എന്തൊക്കെ കുറവുകളുണ്ട്, അവിടെ കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും കുട്ടികളെ പറഞ്ഞയക്കുന്ന കാര്യത്തിലായാലും ഇപ്പം തന്നെ പ്രൈവറ്റ് സ്കൂളുകളിൽ വണ്ടി വരിക, അവരുടെ സൗകര്യങ്ങൾ കൊടുക്കുക, കുട്ടികളെ അതിനെല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ എങ്ങനെ കുട്ടികളെ കൊണ്ടുനടക്കുന്നു അതിനേക്കാൾ ഇരട്ടി സൗകര്യത്തോടു കൂടി ഇത്തരം സ്ഥാപനങ്ങൾ, സ്കൂളുകൾ അതോടൊപ്പം തന്നെ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ വീണ്ടും നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെ അതിലൊരു വിശ്വാസം വരും, എൻ്റെ കുട്ടീനെ അവിടെ കൊണ്ട് ചേർത്താന്നുള്ള ആ രീതിയിലേക്ക് വരുമ്പോൾ ഈ സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആശുപത്രികൾ എന്ത് ചെയ്താലും പരാതികൾ സ്വാഭാവികമാണ്. പക്ഷെ ആശുപത്രി ഇപ്പം നമ്മുടെ മുള്ളൂക്കര പഞ്ചായത്തിൻ്റെ ആശുപത്രിയൊക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടി സൗകര്യങ്ങളാക്കാം. കുറച്ച് പുതിയ കെട്ടിടങ്ങളിലെ പണികൾ നവീകരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സൗകര്യങ്ങൾ കൊടുക്കണം. അവിടെ ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുക, മതിയായ മരുന്നുകളിൽ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് വെച്ചിട്ട് സൗകര്യങ്ങൾ ചെയ്യുക. അതേപോലെ അതിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ സബ് സെൻ്ററുകളുണ്ട്, അതൊക്കെ തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക. അങ്ങനെ ഈ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനങ്ങളെയും മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് വേണ്ട. ഇപ്പം മുള്ളൂക്കര പഞ്ചായത്തിൽ ഇപ്പം എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. നമുക്ക് ഇതേമാതിരി തന്നെ നോക്കുമ്പോൾ നമ്മുടെ മുള്ളൂക്കര ആശുപത്രിയുടെ ഉമ്മർത്ത് ചെന്നാൽ അവിടെ ചെന്ന രോഗികൾ വന്ന് അവിടെ പറഞ്ഞ് ധാരാവാര നടക്കുന്ന സംവിധാനം, അവർക്ക് അതിൻ്റെ പരിസരത്ത് ഒരു ഗാർഡനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിരിക്കുക. അത് കഴിഞ്ഞ രോഗികൾ സലാംക്കയുടെ ഫാമിലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എന്താണ് ഫാമിലി പറഞ്ഞാൽ 2 മോളാണ്. ഒരു മോള് ഡോക്ടറാണ്, ഒരു മോള് MSc സൈക്കോളജിസ്റ്റാണ്. അവൾ ദുബായിൽ വർക്ക് ചെയ്യണം, വിവാഹം കഴിഞ്ഞിട്ടില്ല. മറ്റേ കല്യാണം കഴിഞ്ഞു. പിന്നെ മോന് മൈനിങ് എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. നമ്മുടെ തൊഴിലുമായി ബിസിനസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈഫുണ്ട്. വൈഫിൻ്റെ ഉള്ളൂർക്ക ടൗണിൽ തന്നെ വീടായിട്ട് താമസിക്കുന്നു. ഞങ്ങളെ ഏട്ടനന്യന്മാരൊക്കെ തന്നെ വളരെ ഐക്യത്തോട് കൂടിയിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ വേർതിരിഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ വോട്ട് ഇപ്പോഴും കിടക്കുന്നത് വളവില കിടക്കുന്നത്. ഞാൻ താമസപ്പെടുകയാണെങ്കിൽ ഇപ്പോഴും അതാണ് ഞങ്ങളെ ഏട്ടനന്യന്മാർ പറഞ്ഞ ഒരു കാര്യം. എന്തുണ്ടെങ്കിലും വീട്ടിലൊരു സൗണ്ട് പുറപ്പെടുവിക്കാറ്റിലും നമ്മളോട് ചോദിച്ചിട്ടാണ് അവിടെ ചെയ്യാറുള്ളത്. അനുജന്മാർ പോലും അത് ഈ നാളത്തെ തലമുറ അങ്ങനെ ഉണ്ടായിക്കോളുന്നില്ല. അത് ഒരു പാഠമാണ്. ഇപ്പൊ സലാംക്ക ഇതിങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സലാംക്കന്റെ മക്കളും അല്ലെങ്കിൽ ചേട്ടന്റെ മക്കളും അനിയന്മാരുടെ മക്കളും ഒക്കെ അത് കണ്ടിട്ടാണല്ലോ വളരുന്നത്. തീർച്ചയായിട്ടും അത് അവർ പാത പിന്തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് റിട്ടേൺ കിട്ടുക, അതിൽ സംശയമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് സലാംക്ക ഇപ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയം ഇലക്ഷൻ കാലഘട്ടമാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനങ്ങൾ? രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം മീൻസ് ഇലക്ഷനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണ്? ഒന്ന് സംസ്ഥാന ഗവൺമെന്റ് ഒട്ടനവധി വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്.
സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ കേരളത്തിലൊരു വിപ്ലവകരമായ മാറ്റമാണ് ഈ 10 വർഷം കൊണ്ടുണ്ടായത്. പിന്നെ അതേപോലെ ക്ഷേമ പദ്ധതികൾ, പെൻഷൻ, അങ്ങനെ ഒട്ടനവധി ജനങ്ങളുടെ മനസ്സുകളിൽ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. എന്നാൽ പ്രാദേശിക സർക്കാരുകൾ, ഈ പഞ്ചായത്തുകൾക്ക് അധികാരത്തിൽ വരുന്നത് ആ പ്രദേശത്ത് എന്തൊക്കെ ചെയ്തതിന് ജനങ്ങളുടെ മോട്ടിവേഷൻ തന്നെ. ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എനിക്ക് ലഭിക്കാവുന്നതിനേക്കാൾ നിരവധി ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അതായത് 2 സ്കൂളുകൾ നവീകരിച്ചത് കഴിഞ്ഞ ഭരണസമിതി കാലത്താണ്. അവിടെ 2 പാർക്ക് ഉണ്ടായത് കഴിഞ്ഞ ഭരണസമിതി കാലത്താണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 2 ട്രെയിനിങ് സെൻറ്റർ രൂപീകരിച്ചു, നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ്. അത് 2 രൂപീകരിച്ച്, ഒന്ന് മുള്ളൂർക്കര പഞ്ചായത്തിലാണ്, വാഴക്കോടാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോളനികളിൽ ഫണ്ട് 1 കോടി രൂപ എടപ്പാറ കോളനിക്ക് ഉണ്ട്. അങ്ങനെ വലിയ ഒരു കോളനി നവീകരണത്തിൻ്റെ വലിയ ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആയുർവേദ ആശുപത്രിക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് 1 കോടി രൂപ. ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായിട്ട് എത്രത്തോളം മുന്നോട്ട് പോയി? ഇപ്പൊ നമ്മൾ ഇലക്ഷൻ കാര്യങ്ങൾ എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ സജീവമായിട്ട്. ഇപ്പൊ പുതിയ ഇത് പ്രകാരം എത്ര വാർഡുകളാണ് മുള്ളൂർക്കര? നമുക്ക് 16 വാർഡാണ് നിലവിലുള്ള. ഒരു LDFന് ഒരു മൂവ്മെന്റ്, നല്ല മൂവ്മെന്റ് ഇവിടെ ഉണ്ട്. കാരണം LDF ഭരിച്ച കാലഘട്ടങ്ങളിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ജനങ്ങളുടെ ഒരു മനസ്സുണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്ന ആളുകൾ നയിക്കാൻ കെൽപ്പുള്ള ആളുകളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ഇന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് മാത്രമല്ല, നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ജനങ്ങളുടെ അടുത്ത് പല വിഷയങ്ങൾ ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് ജന്മനാ കിട്ടിയ ഒരു ഇതായിരിക്കാം, അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അതിപ്പോൾ എൻ്റെ ഒരു ചിലപ്പോൾ കുറവും ഉണ്ടാവാം, കൂടുതലുണ്ടായിരിക്കാം. പക്ഷേ ആ കാര്യത്തിൽ ഒരു ആപത്ത് വരുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ, മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാവരേക്കാൾ മുന്നിൽ അവിടെ ഓടിയെത്താൻ കഴിയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കാന്തവും ഇരുമ്പും തമ്മിലൊരു ബന്ധം വരികയാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ അവിടെ ചെന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും എന്താ പറയണ്ടായാലും. അപ്പൊ അത്തരം ഒരു ബന്ധങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുപ്രവർത്തനം വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ കാര്യം അത് തന്നെയാണല്ലോ. സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു നമുക്കൊക്കെ പേര് നമ്മൾ പറഞ്ഞുണ്ടാക്കണതല്ല, നമ്മുടെ പ്രവർത്തന ശൈലിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കണതാണ്. അതിങ്ങനെ പ്രവർത്തിച്ച് കുറെ നമുക്ക് പിന്നെ പക്ക രാഷ്ട്രീയം കളിക്കുന്ന രീതിയിലേക്ക് താല്പര്യം. അതായത് പൊതുസമൂഹത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടതും വലതും BJP ഒക്കെ ഉണ്ടാകും പോലും നമ്മുടെ ആശയങ്ങൾ വളർത്താൻ വേണ്ടി നമ്മൾ എങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷേ ആ രാഷ്ട്രീയ ചുവയോടുകൂടി വികസനം നടത്തുന്നത് ആശയത്തിൽ കൂടെ ആണ് എന്ന് മാത്രമാണ്. വികസനമാണ് അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് അൾട്ടിമേറ്റ്. അത് നമ്മുടെ ആശയത്തിനോട് കൂടെ നിർത്തിക്കൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണുള്ളത്. തീർച്ചയായിട്ടും ഒരു വലിയ ഒരു സ്വപ്നമാണ്. അതായത് എനിക്ക് തോന്നുന്നത്, ഞാൻ സലാംക്കയുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഒരു ഏറ്റവും ക്രക്സ് ആയിട്ട് തോന്നുന്ന കാര്യം കഴിഞ്ഞാൽ, ഒരു ആംബിയൻസ് ഉണ്ടെങ്കിൽ, ഒരു മനസ്സിന് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ഉണ്ടെങ്കിൽ തന്നെ പകുതി പ്രോബ്ലം സോൾവ് ആയി എന്ന് പറയുന്ന ഒരു ക്രക്സ് സലാമുക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ചിന്തകളും ഒക്കെ മനസ്സിലുണ്ട്. ആ ചിന്തകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി, നമുക്കുള്ള കോഫി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത്ര നേരമായിട്ട് നമുക്ക് കോഫി പോലും കുടിക്കാതെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റി. വളരെയധികം സന്തോഷം. സലാംക്ക എല്ലാ ഭാവങ്ങളും നേരും. വിജയിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭരണാധികാരിയായിട്ട് വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.